ഒരു പോയിന്റിൽ സ്റ്റക്കാണ്. കുറെ ഓർഗനൈസ്ഡ് ആക്കി വെക്കണം എന്നൊക്കെ താല്പര്യമുണ്ട്, പക്ഷെ ഒരു മടി, ഒന്നും ചെയ്യാൻ പറ്റാത്ത. ആദ്യമേ കംപ്ലീറ്റ്ലി അത് ഒഴിവാക്കുകയൊന്നുമല്ല ചെയ്തത്. ഒരു ഹ്യൂജ് നമ്പർ കാണുമ്പോഴത്തേക്ക് അതവിടെ കിടക്കട്ടെ, പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റി വെക്കും. നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാത്തിനോടും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് വന്നിട്ട് ഒന്നും ഒഴിവാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. നമ്മളിങ്ങനെ ആവശ്യമില്ലാത്തതിനെ ഒഴിവാക്കുന്നതിനനുസരിച്ചിട്ട് മാത്രമാണ് നമുക്ക് പുതിയ കാര്യങ്ങൾ വന്നു ചേരുന്നത്. Hi everyone, welcome back to Mind Power Mama after a short break. This is me, Janifa Nofal, an international mind coach from Team Median Talks. നമ്മുടെ ചാനലിൽ കുറച്ച് നാൾ മുമ്പിട്ട ഒരു മൈൻഡ് ക്ലെൻസ് ആയി കഴിഞ്ഞാൽ സ്പേസുകളും ക്ലെൻസ് ആവും എന്ന ഒരു വീഡിയോ ഒരുപാട് ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. കുറേ ആളുകൾ മെസ്സേജ് അയച്ചു. അതിൽ കുറച്ച് പേര് മൈൻഡ് ക്ലെൻസ് ചെയ്യണമെന്ന് റെഡി ആയിട്ട് വന്നു. കാരണം അവർക്ക് ആ റിലേഷൻഷിപ്പ് മനസ്സിലായി എന്നുള്ളതാണ്. കുറേ ആളുകൾ ഇങ്ങനെ ഒരു പോയിന്റിൽ സ്റ്റക്കാണ്. കുറെ ഓർഗനൈസ്ഡ് ആക്കി വെക്കണം എന്നൊക്കെ താല്പര്യമുണ്ട്, പക്ഷെ ഒരു മടി, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്ന്. അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഇതുമായിട്ട് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു. സോ ആ വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ പോലെ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യാമെന്ന് കരുതി. മൈൻഡ് ക്ലെൻസ് ആയപ്പോൾ എൻ്റെ സ്പേസുകൾ മാത്രമല്ല ക്ലെൻസ് ആയത്, ലൈഫിലെ കുറേ കാര്യങ്ങൾ, അത് എണ്ണയൊന്നും പറയാൻ പറ്റില്ല. നമ്മളിങ്ങനെ മനസ്സിലായി വരുന്നതേ ഉള്ളൂ. ഈവൻ ഈ മൈൻഡ് ക്ലെൻസ് ആയാൽ സ്പേസ് ക്ലെൻസ് ആവുമെന്ന് പോലും എനിക്ക് മൈൻഡ് ക്ലെൻസിങ് ഒന്നും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൈൻഡ് റീപ്രോഗ്രാമിങ് ചെയ്യുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു. ഇതിനനുസരിച്ച് അതിന്റെ റിഫ്ലക്ഷൻ ആയിട്ട് എൻ്റെ സ്പേസുകൾ ക്ലെൻസ് ആവുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ആ ഒരു പ്രോസസ്സ് പറയുകയാണെങ്കിൽ ആദ്യം ഞാൻ വിചാരിക്കുകയാണ്, എൻ്റെ റൂമിൽ ഈ ബർത്തിന്റെ മുകളിലൊക്കെ കുറേ സാധനങ്ങളുണ്ട്. അപ്പൊ എനിക്ക് തോന്നുകയാണ് ഇതൊന്നും ഡെയിലി യൂസ് ചെയ്യുന്നില്ലല്ലോ, ഇതൊക്കെ പിന്നെ എന്തിനാണ് ഈ റൂമിൽ കീപ്പ് ചെയ്യുന്നത്, ഇതിന് പകരം വേറൊരു സ്റ്റോർ റൂം പോലെ ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്താൽ പോലെ എന്ന് വെച്ചിട്ട് ആദ്യം റൂമിൽ നിന്ന് എടുത്ത് മാറ്റി അവിടെ വെക്കല. ആദ്യമേ കംപ്ലീറ്റ്ലി അത് ഒഴിവാക്കുകയൊന്നുമല്ല ചെയ്തത്. ആദ്യം അതിന്റെ പൊസിഷൻ ഒന്ന് മാറ്റി, അങ്ങനെയൊക്കെയാണ് ആ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഒരു നെക്സ്റ്റ് ഫേസിൽ അതിനെ തന്നെ വീണ്ടും ഇങ്ങനെ മാറ്റി വെച്ച കുറെ സാധനങ്ങളെ ഒന്ന് ഫിൽട്ടർ ചെയ്തിട്ട് കുറേയൊക്കെ ആവശ്യമില്ലാത്തതിനെ കളഞ്ഞു. വീണ്ടും നെക്സ്റ്റ് ഫേസ് ആകുമ്പോഴത്തേക്ക് വീണ്ടും അർജന്റ് ഇല്ലാത്ത കുറെ കാര്യങ്ങളെ കളഞ്ഞു. അങ്ങനെയൊക്കെയാണ് ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ പോയത്. ആ പ്രോസസ്സ് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓക്കെ, ഇതെന്റെ മൈൻഡ് റിഫൈൻഡ് ആവുന്നതിനനുസരിച്ചിട്ടാണ് ഈ പ്രോസസ്സ് നടക്കുന്നതെന്ന് മനസ്സിലാവുകയാണ് ചെയ്തത്, തിരിച്ചറിയുകയാണ് ചെയ്തത്. അതുപോലെ എനിക്ക് തിരിച്ചറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ ആണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത്. മൈൻഡ് ക്ലെൻസ് ആയി വരുന്നതിനനുസരിച്ച് ഞാൻ യൂസ് ചെയ്ത ഗാഡ്ജറ്റുകൾ, ഫോണ്, ലാപ്ടോപ്പ് ഒക്കെ ക്ലെൻസ് ആവാൻ തുടങ്ങി. അതായത് ഈ ഡെസ്ക്ടോപ്പിൽ കുറേ ഫോൾഡറുകൾ വലിച്ചു മാറിയൊക്കെ ഇടുന്ന അതൊക്കെ മാറ്റിയിട്ട് ഒന്ന് ഓർഗനൈസ്ഡ് ആക്കി വെക്കാനും, അതുപോലെ തന്നെ ഫോണിലാണെങ്കിലും കുറേ യൂസ് ചെയ്യാത്ത ആപ്പുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ വാട്സപ്പ് എപ്പോൾ തുറന്നാലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും കുറേ മെസ്സേജസ് വന്നിട്ട് ഇങ്ങനെ ഞാൻ നോക്കത്തില്ല, അതവിടെ കിടക്കട്ടെ, അല്ലെങ്കിൽ ഒരു ഹ്യൂജ് നമ്പർ കാണുമ്പോഴത്തേക്ക് അതവിടെ കിടക്കട്ടെ, പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റി വെക്കും. അപ്പൊ എപ്പോൾ തുറന്നാലും ഇതിനകത്തൊരു ഹ്യൂജ് നമ്പർ കാണുകയും ചെയ്യും, ഒരു ലോഡ് ഫീൽ ചെയ്യുമായിരുന്നു. അപ്പൊ ഇത് മാറ്റിയിട്ട് ആദ്യമൊക്കെ ഞാൻ എന്ത് ചെയ്തു, എല്ലാം സെലക്ട് ചെയ്തിട്ട് റീഡ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് പിന്നീടുള്ളൊരു ഫേസിലാണ് ഡെയിലി അല്ലെങ്കിൽ 2 days ആകുമ്പോഴത്തേക്ക് ഞാനിത് ക്ലിയർ ചെയ്യും എന്ന് വിചാരിച്ചിട്ട് അങ്ങ് ക്ലിയർ ചെയ്ത് വിട്ടു. ഇനിയിപ്പോൾ റിപ്ലൈ ഒക്കെ സമയം എടുത്ത് കൊടുക്കേണ്ടതാണെങ്കിൽ ഞാനൊന്ന് അൺറീഡ് ചെയ്തിടും. അതായത് ആ ഹ്യൂജ് നമ്പർ ഒന്ന് മാറി 5 അല്ലെങ്കിൽ 10 ആക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഒരു ക്ലിയറൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നീട് ഗാലറി ആയിക്കോട്ടെ, ഈ പറഞ്ഞ പോലെ വേണ്ടാത്ത ആപ്പുകൾ ആയിക്കോട്ടെ, അതെല്ലാം ഇങ്ങനെ ക്ലിയർ ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെയാണ് നമ്മുടെ ഡ്രസ്സുകൾ, കബോർഡുകളൊക്കെ കുറേ നാൾ യൂസ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ തുടങ്ങി, ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ തുടങ്ങി. ഡ്രസ്സുകളാണെങ്കിലും ചിലപ്പോൾ ഒരു ഗിയറിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് വേറൊരു സാധനമാക്കി തയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിരുന്നത്, അങ്ങനത്തെ ഒക്കെ മാറ്റാൻ തുടങ്ങി. കാരണം കുറേ നാളായിട്ട് അനങ്ങാതിരിക്കുന്ന സാധനമാണോ, ഇതിനെയൊക്കെ ക്ലിയർ ചെയ്യാനുള്ള ഒരു മനസ്സ് വരിക ചെയ്തത്. ചിലരങ്ങനാണല്ലോ, എല്ലാ കാര്യത്തിനോടും നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാത്തിനോടും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് വന്നിട്ട് ഒന്നും ഒഴിവാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അപ്പൊ അതിൽ നിന്നൊക്കെ കുറെ മാറിയിട്ട് ഓക്കെ, ഇത് യൂസ് ഇല്ല, ഇപ്പം ഒഴിവാക്കുക. പിന്നീടൊരു കാര്യം മനസ്സിലായത്, നമ്മളിങ്ങനെ ആവശ്യമില്ലാത്തതിനെ ഒഴിവാക്കുന്നതിനനുസരിച്ചിട്ട് മാത്രമാണ് നമുക്ക് പുതിയ കാര്യങ്ങൾ വന്നു ചേരുന്നത്. കാരണം നമുക്ക് പുതിയത് വരാനുള്ള സ്പേസും കൂടാണ് നമ്മൾ ഒരുക്കി കൊടുക്കുന്നത്. അപ്പോൾ മൈൻഡിന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. മൈൻഡിൽ ആവശ്യമില്ലാത്ത കുറെ സാധനം കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നടക്കുകയില്ല, പുതിയതായിട്ട് നമുക്കൊന്നും റിസീവ് ചെയ്യുകയില്ല. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ മൈൻഡ് എക്സ്പാൻഡ് ആവുന്നതും പുതിയ കാര്യങ്ങൾ റിസീവ് ആവുന്നതും പുതിയൊരു ലോകത്തേക്ക് നമ്മൾ പോകുന്നതും. പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് ഫ്രിഡ്ജ്. ഫ്രിഡ്ജിൽ ചിലപ്പം കുറേ നാളായിട്ട് യൂസ് ചെയ്യാത്ത കുറേ സാധനങ്ങൾ, അത് ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും ഫ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു സ്റ്റോർ റൂം പോലൊക്കെയാണെന്ന് പറയലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നിന്ന് മാറിയിട്ട് വളരെ ഓർഗനൈസ്ഡ് ആയി വളരെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കീപ്പ് ചെയ്യാൻ തുടങ്ങി.
പീരിയോഡിക്കായിട്ട് അതിങ്ങനെ ക്ലിയർ ചെയ്യാനും ഉള്ളൊരു സിസ്റ്റം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേറൊരു സംഭവം പറയുകയാണെങ്കിൽ എൻ്റെ സംസാരം, നമ്മുടെ സംസാരത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ റിലേഷൻഷിപ്പിലും എല്ലാത്തിലും ഈ മൈൻഡ് മാറുന്നതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ വരും. അപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് എൻ്റെ സംസാര രീതികളും കാര്യങ്ങളൊക്കെ മാറി. അതായത് ചിലപ്പോൾ 1-2 വർഷം മുമ്പ് സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കുന്നതിൽ ഒരു 50% കാര്യങ്ങളും ചിലപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും. ഇങ്ങനെ വലിച്ചു വാരി ഭയങ്കര എക്സ്പാൻഡ് ചെയ്ത് പറയുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പം അതിന് പകരം പോയിന്റ് ടു പോയിന്റ് ആയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തികളിലും നമ്മൾ ചെയ്യേണ്ടുന്ന പ്രവൃത്തികളിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആവാൻ തുടങ്ങി. എല്ലാവരുടെയും പരാതിയാണ് സമയമില്ല എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, പക്ഷെ ഇതിൽ ഏതാണ് പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ അർജന്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും പ്രയോറിറ്റൈസ് ചെയ്യാൻ പലർക്കും പറ്റാറുമില്ല. സമയമില്ല എന്നൊരു കംപ്ലൈന്റ് ഉണ്ടാവും. അവിടെ നിന്നൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വേറെ നോട്ട് ചെയ്ത, എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ, എൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിച്ചത്. അപ്പോൾ ഇനിയും എനിക്ക് മനസ്സിലാവുന്നതിനനുസരിച്ച് ഞാൻ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഒക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെയും ഡയറക്റ്റ് മെസ്സേജിലൂടെയൊക്കെ അറിയിക്കുക. സോ താങ്ക് യു സോ മച്ച്.